ഹായ് ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിവിടെ നാം തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ ചിക്കൻ സ്റ്റൂ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ സ്റ്റൂവിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 400 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 450 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഏകദേശം ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ ഒരു വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്. പച്ചമുളകിന് എരിവ് കൂടുതലുണ്ടെങ്കിൽ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനൊരു 6-7 പച്ചമുളകൊക്കെ എടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 1/4 കഷ്ണം തക്കാളി. ഇത്രയും മുഴുവൻ തക്കാളി ഇടരുത്, ഒരു 1/4 കഷ്ണം തക്കാളി മതി. ചെറിയ തക്കാളിൻ്റെ ഒരു 1/4 കഷ്ണം, കൂടി വന്നാൽ 1/2 കഷ്ണം, അതിൽ കൂടുതൽ ഇടാൻ പാടില്ല തക്കാളി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സ്പൈസസ് ആണ്. അത് സ്പൈസസ് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ ഒരു 3-4 കറയാമ്പൂ, ഒരു ചെറിയ 3 ഏലക്കായ, അതുപോലെ തന്നെ നമ്മളെ ജാതിക്കയുടെ തോൽ ഒരു ചെറിയ കഷ്ണം. ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ പീസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചിക്കൻ പീസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാനിൽ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ കുക്കറിലാകുമ്പം ജസ്റ്റ് ഒറ്റ വിസിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ വെന്ത് ഉടഞ്ഞു പോകും. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം കൂടി. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്പൈസസ്, അത് ഏകദേശം ഒരു 3-4 കറയാമ്പൂ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം കറുവാപ്പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ജാതിപത്രി അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു വലിയ തേങ്ങയുടെ മുറി ഞാനിവിടെ ചെരുവി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതുക്കിയെടുക്കാം. ഇതിന്ന് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പൊ ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ചതച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ അരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് പാല് പിഴിഞ്ഞാൽ കിട്ടില്ല. ഇത് നമുക്ക് ഇനി ഒരു അരിപ്പ വെച്ചിട്ട് 1-ാം പാലും 2-ാം പാലുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ അരിപ്പ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇതിലൊട്ടും തന്നെ ഇനി വെള്ളം ചേർക്കരുത്, കാരണം ഇത് 1-ാം പാല് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനി നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പാല് നന്നായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഈ അരമുറി തേങ്ങയിൽ നിന്ന് ഇത്ര 1-ാം പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഇതിന്ന് 2-ാം പാല് പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമ്മള് തേങ്ങയുടെ 2-ാം പാലാണ് പിഴിഞ്ഞെടുക്കുന്നത്.
ഞാൻ രണ്ടാം പാലും അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു തവണയും കൂടെ അരിച്ചിട്ട് മൂന്നാമത്തെ പാല് എടുക്കാം. അതാണ് നമ്മൾ ഈ ചിക്കൻ വേവാനായിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയുടെ മൂന്നാം പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും, മൂന്നാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒറ്റ വിസിലായിട്ട് അടിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പൊ ഞാനിത് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ച് ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കനും ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകണം. ഇപ്പൊ രണ്ടാം പാല് ചേർത്തിട്ടുള്ള സ്റ്റ്യൂ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ 1-1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കരുത്. അപ്പൊ നമ്മളെ ഇഷ്ടം നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ കുറുകി വന്നോളൂ. അപ്പൊ നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പ് പോരെങ്കിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മള് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ തന്നെ ഓൾറെഡി കുറച്ചൊക്കെ നെയ്യ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഇത് പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണിത്. അപ്പൊ നമ്മള് ചിക്കൻ സ്റ്റൂവിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ ഗീ റൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളപ്പം, ചപ്പാത്തി, ഇതിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് ചിക്കൻ സ്റ്റൂ. അപ്പം എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലീസിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പം ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.